വേൾഡ് കപ്പ് അവസാനിച്ചു. ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് സിംബാബ്വേയുമായിട്ടാണ്. ഇനി ആകെ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ജൂലൈ 6-നാണ് ആദ്യ T20. വൈകിട്ട് 4:30-നാണ് മാച്ച് ആരംഭിക്കുന്നത്. സിംബാബ്വെ സീരീസിൽ വലിയ മാറ്റങ്ങളാണ് BCCI കൊണ്ടുവന്നത്. ആദ്യത്തെ 2 T20-യിൽ സഞ്ജു, ശിവൻ ദുബെ, ജയ്സ്വാൾ ഇവരെ കളിക്കില്ല. പകരം 3 പുതിയ താരങ്ങളെ ടീമിലേക്ക് എടുത്തു. സിംബാബ്വെക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11-ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലുണ്ട്. ഓപ്പണിങ്ങിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമായിരിക്കും. ജയ്സ്വാൾ ഇല്ലാത്തതുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് അവസരം കിട്ടും. IPL-ൽ മികച്ച കളിയാണ് അഭിഷേക് കാഴ്ചവെച്ചത്. ഇനി 1 ഡൗണിൽ സായ് സുദർശൻ കളിക്കും. 4 നമ്പറിൽ റിയാൻ പരാഗായിരിക്കും ബാറ്റ് ചെയ്യുന്നത്. ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ കീപ്പർ ധ്രുവ് ജുറലാണ്. അതുപോലെ ബൗളിങ്ങിലും മാറ്റമുണ്ട്. മൊത്തത്തിലൊരു പുതിയ ടീമായിരിക്കും T20 കളിക്കുന്നത്. സിംബാബ്വെ ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഇന്ത്യ 5 T20-യും ജയിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജു സാംസൺ 3-ാം T20-യിലാണ് തിരിച്ചു വരുന്നത്. 3-ാം T20 തൊട്ട് ഇന്ത്യയുടെ കീപ്പർ സഞ്ജു ആയിരിക്കും. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് സിംബാബ്വെ സീരീസിൽ കാണാൻ സാധിക്കും. ഇനി സിംബാബ്വെ സീരീസ് ഇന്ത്യയിൽ സോണി ചാനലിലാണ് ലൈവ് ഉള്ളത്. വൈകിട്ട് 4:30-ന് മാച്ച് ആരംഭിക്കും. എല്ലാവരും T20 സീരീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വേൾഡ് കപ്പിൽ സഞ്ജുവിന് അവസരം കിട്ടിയില്ല. സിംബാബ്വെ സീരീസിലെങ്കിലും സഞ്ജു തകർത്തടിക്കുമെന്ന് നമുക്ക് കരുതാം. സിംബാബ്വെ T20-ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ഗില്ല്, അഭിഷേക് ശർമ്മ, സായ് സുദർശൻ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഗില്ലിന് പകരം സഞ്ജുവിനെ ക്യാപ്റ്റനാക്കണമെന്നാണ് ആരാധകർ പറഞ്ഞത്. പക്ഷേ BCCI ഗില്ലിനെയാണ് ക്യാപ്റ്റനാക്കിയത്. എങ്കിലും സഞ്ജുവിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ അവസരം സഞ്ജു മുതലാക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.